എവിക്ഷൻ എനിക്കൊട്ടും എന്താ പറയാ അൺഫെയർ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് പുറത്തു വന്നത്. എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് പവർലിംഗിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു എന്റെ ഒമ്പോ അതേ വേറെന്താ. അല്ല ഇതിനകത്ത് മൊത്തം പുറത്ത് ജാസ്മിൻ വിഷയമാണ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു അകത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ ആക്ച്വലി ഇന്നലെ പുറത്തിറങ്ങിയിട്ടാണ് ശരിയായിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വേറെ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഒന്ന് വീട്ടിൽ ചെന്ന് റെസ്റ്റ് ഒക്കെ എടുത്തില്ല. ഇത് എന്റെ മുൻ ശ്വാസപ്പെടുന്നത് എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് ജാസ്മിന്റെ പേര് മാത്രം പറഞ്ഞില്ല. ജാസ്മിനോട് ബായി പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് ഞാൻ ഓൾറെഡി എന്താ പറയുക ആക്ടിവിറ്റി പറഞ്ഞിട്ട് ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പൊ അതിന്റെ പ്രഷറിൽ ഞാൻ ഇട്ടുപോയത്. ഞാൻ എല്ലാവരും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. പിന്നെ ഒരാളെ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തർ തിരിച്ചെടുത്ത് പറഞ്ഞതാണ്. ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലാന്ന് അവർക്ക് തന്നെ അറിയാം. നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയായിരുന്നു ഈ ശരിക്കും? അല്ല ഒരിക്കലും പ്ലാൻ ചെയ്തിട്ട് ബ്രോ ജിൻഡോ പറഞ്ഞപ്പോ നന്നായിട്ട് കരഞ്ഞായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. അതെനിക്ക് വിഷമമായിരുന്നു. ജിൻഡോ ചേട്ടൻ അത്യാവശ്യം ഞങ്ങള് ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്ന് കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ പ്ലേയേഴ്സ്. നമ്മളെല്ലാവരും പ്രണയമൊന്നും അല്ല ചേട്ടാ. അത് അതിനെ കുറിച്ച് പറയാറായിട്ടില്ല. അല്ല എങ്കിലും ചേട്ടാ പ്രശ്നം ഉണ്ടാക്കല്ലേ. വണ്ടി ഇടാൻ പറ്റിയ വണ്ടി കയറാം പ്ലീസ്. ചേട്ടാ ഞാൻ വേറൊരു ദിവസം എല്ലാവരും വന്ന് സംസാരിക്കാം. ഇന്നിപ്പോ കുറച്ച് ടയേർഡാ, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും എനിക്ക് 100 ദിവസം നിന്ന് കളിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. പക്ഷെ എല്ലാം പ്രേക്ഷക വിധി പ്രകാരമല്ലേ. അപ്പൊ നമുക്കതിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇല്ല, റിഗ്രറ്റ്സ് ഒന്നുമില്ല. പവർ റൂമിൽ ഞാൻ ഇറങ്ങിയത് എന്റെ ഒരു കോൺഫിഡൻസിന്റെ പുറത്തായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ വരുന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബാക്കിയൊക്കെ പിന്നെ അപ്പോ കാണാം. താങ്ക് യു സോ മച്ച്. ഒരു റീഎൻട്രി ഒന്നും പ്രതീക്ഷിക്കാറാണ് എനിക്ക് തോന്നാനുള്ള അവർക്ക് ഏറ്റവും ഇത്രയും നാള് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും സ്നേഹിച്ചതിനും കൂടെ നിന്നതിനും ശാസിച്ചതിനും എല്ലാം പറഞ്ഞു തന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതേപോലെ തന്നെ മുമ്പോട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.